ഹായ് ഓൾ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുരിങ്ങക്ക കൊണ്ടുള്ള ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ് ഇത്. അത് ഇൻഗ്രീഡിയൻ്റ് ഒന്നുമില്ല, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അത് തയ്യാറാക്കാം. ഈ റെസിപ്പീൻ്റെ പേരാണ് ഷിഗ്രു. അപ്പം നമുക്കിതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. നമുക്കിതിൽ മെയിനായിട്ട് വേണ്ടത് മുരിങ്ങക്കയുടെ ഉള്ളിലുള്ള ആ പൾപ്പാണ്. ഈ ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് മുരിങ്ങക്കായനെ വേവിച്ചെടുക്കാം. അതിനായിട്ട് മുരിങ്ങക്കായനെ ഞാനൊരു പാനിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഈ മുരിങ്ങക്കായൊക്കെ മുങ്ങി നിൽക്കണം, അത്രേ വേണ്ടൂ. ഇനി ഇതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഉപ്പിട്ടതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ എല്ലായിടത്തും ഒന്ന് എത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഒരു 4 to 7 മിനിറ്റ് മാത്രമേ ഇതിന് കുക്കിംഗ് ടൈം ആവശ്യമുള്ളൂ. ഇത് 1-2 തവണ തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. എല്ലായിടത്തും ഒരുപോലെ വേവാൻ വേണ്ടിയിട്ടാണ്. ഇത് വെന്തിട്ടില്ല, നമുക്ക് ഒന്നുകൂടി അടിച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 6 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനിത് വെന്തിട്ടുണ്ടോ നോക്കാം. ഇത് അത്യാവശ്യം ഇപ്പം നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ പ്രസ് ചെയ്ത് നോക്കിയപ്പോൾ ഇത് അത്യാവശ്യം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഞാൻ ഈ മുരിങ്ങക്കായയിലെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചൂടാറിക്കോട്ടെ. ചൂടാറിയതിന് ശേഷം നമുക്കിതിലെ പൾപ്പ് ചുരണ്ടിയെടുക്കണം. അതിനായിട്ട് മുരിങ്ങക്ക എടുത്തിട്ട് നമുക്ക് ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്യണം. ഇത് 2ആയി കട്ട് ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ എടുത്തിട്ട് ഇതിലെ പൾപ്പ് ഇങ്ങനെ ചുരണ്ടിയെടുക്കണം. മുരിങ്ങക്കായയിലെ സീഡ്സ് ഒന്നും കളയരുത്. അതും ഈ പൾപ്പിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ എല്ലാ മുരിങ്ങക്കായുടെ പൾപ്പ് ചുരുണ്ടി വെച്ചതാണ് ഇത്. ഈ ഒരു പൾപ്പ് കൊണ്ടാണ് നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്. ഇതവിടെ മാറ്റി വെക്കാം കേട്ടോ നമുക്ക്. ഇനി നമുക്കൊരു ഡ്രൈ മസാല പ്രിപ്പയർ ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ 4 ഉണക്കമുളകാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതിനെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് പകുതി റോസ്റ്റായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. ഇനി ഇത് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് കറിവേപ്പിലയും ചില്ലിയും ഒക്കെ കൈകൊണ്ട് പൊടിക്കുമ്പോൾ പൊടിയണം. ഇതിപ്പോൾ നല്ലപോലെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കൈകൊണ്ടോ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയോ ചെയ്യാം. ഞാൻ ഇവിടെ മിക്സിയുടെ ജാറിലിടാണ് ചെയ്യുന്നത്. ഇനി ഇത് ക്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് വേണ്ടത്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനേ വേണ്ടത്, ഓവറായിട്ട് പൊടിഞ്ഞു പോകരുത്. ഇത് നമുക്കവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഷിഗ്രു പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന് കോക്കനട്ട് ഓയിൽ തന്നെ എടുക്കണേ. ഓയിൽ ചൂടായാൽ ഇതിലോട്ടേക്ക് ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് പകുതി വഴന്ന് വരുമ്പോൾ നമുക്കിതിലോട്ടേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതും നല്ലപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഈ ഒരു മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി. കാരണം നമ്മൾ മുരിങ്ങക്കായയിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടി നമുക്ക് വഴറ്റിയെടുക്കണം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ചെറിയുള്ളിയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ചെറുങ്ങനെ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് നേരത്തെ മാറ്റി വെച്ച മുരിങ്ങക്കായുടെ പൾപ്പ് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നല്ലപോലെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ റോസ്റ്റിനെ അധികം നേരം ചെയ്യേണ്ട, കാരണം മുരിങ്ങക്ക ഓൾറെഡി കുക്ക് ചെയ്താണ്. ജസ്റ്റ് ഇതിൻ്റെ ഒന്ന് കളർ ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയാൽ മതി. അധികം ഒന്നും കളർ ചേഞ്ച് ആവില്ല. ഇതും വാടി തുടങ്ങുമെന്ന് മനസ്സിലാവും. ആ ഒരു സ്റ്റേജ് വരെ ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർക്കാം. ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ഞാനൊരു 1/2 ടീസ്പൂൺ മാത്രമേ ഇവിടെ ചേർക്കുന്നുള്ളൂ കേട്ടോ. ജസ്റ്റ് കളറേ ആവശ്യമുള്ളൂ. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഞാൻ ഈ മുളക് പൊടി ആഡ് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്നുകൂടി ഇങ്ങനെ റോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റേജ് വരെയാണ് ഞാൻ റോസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഒരു 3 to 5 മിനിറ്റ് അത്രേ വേണ്ടുള്ളൂ. ഇനി ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് സ്കിപ്പ് ചെയ്യരുത്, പുളിവെള്ളം മസ്റ്റാണേ.
ഇതിൽ ഇത്തിരി ഒരു പുളിരസം കൂടി വരുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് ആവുള്ളൂ. ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണേ. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് മാറ്റി വെച്ച ഉണക്കമുളകും കറിവേപ്പിലയില്ലേ അത് ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എരിവിന് വേണ്ടിയിട്ട് ഞാൻ ഈ 4 ഉണക്കമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ക്രഷ് ചെയ്ത കറിവേപ്പിലയും ഉണക്കമുളകും എല്ലായിടത്തും എത്തണം കേട്ടോ. ഇതിൻ്റെ ഫ്ലേവർ എല്ലായിടത്തും എത്തിയാൽ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യണേ. ഇതൊരു ലോ ഫ്ലെയിമിൽ 1 to 2 മിനിറ്റ് വരെ ഒന്നിങ്ങനെ മിക്സ് ചെയ്യണേ. എന്നാലും എല്ലായിടത്തും ഇതിൻ്റെ ടേസ്റ്റ് എത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണേ. അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഷിഗ്രു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ പറയണേ. ചാനൽ ഇഷ്ടമായാലും വീഡിയോ കണ്ടും ലൈക്ക് ചെയ്തും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കാൻ മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.